പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP 2025 അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് പബ്ലിഷ് ചെയ്യും. ഇന്ന് ഉച്ചക്ക് 12 മണിക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ സമയം. 12 മണിയാകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ടൈം ഒന്നും കൂടി ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ അലോട്ട്മെന്റ് നമുക്കറിയാം രാത്രിയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ. ഇവിടെ നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ട് മാൻഡേറ്ററി ഫീ അടക്കരുത്. കഴിഞ്ഞ അലോട്ട്മെന്റിൽ നമുക്കറിയാം അലോട്ട്മെന്റ് ലഭിച്ച് ഈ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചു, ടെക്നിക്കൽ ഇറർ വന്നു, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് മാൻഡേറ്ററി ഫീ അടക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിനെ അപേക്ഷിച്ചിട്ട് ഒരു പ്രത്യേകതയുള്ള അലോട്ട്മെന്റ് ആണ്. അതിന് പ്രധാന കാരണം എന്താ? സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നോ അഡ്മിഷൻ ആയിരുന്നു. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജിൽ പോയിട്ട് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുക, തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ എനിക്ക് ഫീസ് തിരിച്ചു കിട്ടുമോ? ഫീസ് തിരിച്ചു കിട്ടും. അതിന് കൃത്യമായിട്ടുള്ള റൂൾ ഉണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കോളത്തിന് നേരെ അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നാണ് കാണുന്നതെങ്കിൽ അതിനർത്ഥം ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരമാണ് നിങ്ങൾക്ക് ഈ കോളേജ് കിട്ടിയിട്ടുള്ളത്. അത് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ എന്നാണ്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റ് എന്നാണ് അവിടെ കാണുന്നതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരമാണ് ഈ കോളേജും ഈ കോഴ്സും കിട്ടിയത് എന്നുള്ളതാണ്. ഓക്കെ. മാൻഡേറ്ററി ഫീ അടക്കേണ്ടതും ഒക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കഴിഞ്ഞ ഇതിൽ നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്നവർ മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി. കഴിഞ്ഞ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയവർ മാൻഡേറ്ററി ഫീ അടച്ചവർ ഇതിൽ ഫീസ് അടക്കേണ്ടതില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കോളേജിൽ പോയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതിന്റെ ഡോക്യുമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.